ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുടത്തിക്കാവ് അമ്പലത്തിലെ ഉത്സവമല്ലേ 10 ദിവസം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ പടയനുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് വന്നത്. ഞാൻ ചെന്നപ്പോഴേക്കും പടയണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം കുട്ടികൾ ചൂട് വെക്കുന്നതാണ് കാണേണ്ടത്. അപ്പോൾ അമ്മയുടെ ഇഷ്ട വഴിപാടായ പടയണി ഗ്രാമീണ വിശുദ്ധിയുടെ പ്രതീകമായി ഗ്രാമത്തെ ഗ്രസിക്കുന്ന വ്യാകുലതകളും കടനിറങ്ങളാൽ എഴുതപ്പെടുന്ന കോലങ്ങളിൽ ആവാഹിച്ച് ഒഴിവാക്കപ്പെടുന്നതിന് വേണ്ടിയാണ് പടയണി സമർപ്പിച്ചു വരുന്നത്. അപ്പോൾ ഈ കോലങ്ങളൊക്കെ തന്നെ വഴിപാടായിട്ട് ഒരുപാട് പേര് സമർപ്പിച്ചതാണ്. അതായത് കാലൻ കോലങ്ങൾ, അതുപോലെ ഭൈരവിക്കോലം എന്ന് പറഞ്ഞാൽ 101 പാളകളെ തീർത്തിട്ടുള്ളതാണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒന്നായിരുന്നു ഈ ഭൈരവിക്കോലം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഭൈരവിക്കോലം 2 ഉണ്ട്. അപ്പോൾ അനിയന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കൂടെ വളരെ ഹാപ്പിയായിട്ട് നിൽക്കാൻ പറ്റി. അപ്പോൾ ഈ ഉത്സവത്തിന് വരാൻ തന്നെ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഈ ഭൈരവിക്കോലങ്ങളിൽ ഇതുപോലെ ദേവത, നിണഭൈരവി, മംഗളഭൈരവി, ചട്ടത്തേൻ യക്ഷി, അരക്യയക്ഷി, പക്ഷി, അതുപോലെ തന്നെ അന്തരയക്ഷി, ഗണപതി, മായക്ഷി, മർദ്ദ, സുന്ദരയക്ഷി, ശിവകോലങ്ങൾ, അതുപോലെ ഈ ഭൈരവി തന്നെ ചെറുതുമുണ്ട് കേട്ടോ. അതുപോലെ കാലമാടൻ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പടയണി കോലങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ പടയണി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അമ്പലത്തിലെ മറ്റൊന്നാണ് ഇവിടുത്തെ ഈ ഒരു ആൽമരം എന്ന് പറഞ്ഞത് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുണ്ട് ഈ ആൽമരത്തിന് കേട്ടോ. ഒരുപാട് കഥകൾ പറയാൻ ഈ ആൽമരത്തിനുണ്ട്. ജീവിതത്തിലെ പല പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുന്ന ആളുകൾ ഒരു പ്രതീക്ഷയുമായി ഇവിടെ എത്തുന്നു. അവരുടെ കണ്ണീരിന് ആശ്വാസം നൽകുകയും അവരുടെ ജീവിതത്തിൽ പുതുവഴികൾ തുറക്കുകയും ചെയ്യുന്ന ഒരു മാതൃസ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടുത്തെ അമ്മ എന്ന് പറഞ്ഞാൽ. നടക്കുന്ന ഓരോ ഉത്സവവും, അതായത് പ്രത്യേകിച്ച് പടയണി പോലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗം കൂടെയാണ്. അതൊരു കലാരൂപം മാത്രമല്ല, ദൈവത്തോടുള്ള ആഴത്തിലുള്ള ഭക്തിയുടെ ഭാഗം കൂടിയാണ്. അങ്ങനെ ഭൈരവിക്കോലങ്ങളുടെ പുറപ്പാടാണ്. അതായത് ഭൈരവിക്കോലം അതിൻ്റെ ചെറുതുമാണ്. ഭൈരവിക്കോലമാണ് ഇതുപോലെ 101 പാളങ്ങൾ തീർത്തിട്ട് പോവാണ്. അതായത് ഇവിടെ ഓരോ പാളയും ചേർന്നാണ് ഈ കോലം പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഭക്തിയുടെ ചെറിയ ചെറിയ നിമിഷങ്ങൾ ചേർന്നതാണ് ഒരു വലിയ ആത്മീയ അനുഭവം രൂപപ്പെടുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ ഓരോ ഉത്സവങ്ങൾ വരുന്നതും അതുപോലെ ഓരോ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം തന്നെ ഓരോ നിമിഷങ്ങളും ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഈ ഒരു നാടിൻ്റെ പാരമ്പര്യവും വിശ്വാസവും ഇന്നും അതേ ശക്തിയോടെ നിലനിൽക്കുന്നു എന്നതാണ്. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നറിയിച്ചുകൊണ്ട് ഇന്നത്തെ ബൈ.